കഴിഞ്ഞ ദിവസം സിനിമാ നടി സീരിയൽ നടി അഞ്ജു അരവിന്ദിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഭാഗം ഞാൻ കണ്ടിരുന്നു. അതാരോ ഫോർവേഡ് ഞാൻ വായിച്ചതാണ്. അതിൽ പറയുന്നുണ്ട് അവരുടെ മൂന്നാമത്തെ റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യത്തെ ഹസ്ബൻഡ് കല്യാണം കഴിച്ച ആൾ ഡിവോഴ്സായി, രണ്ടാമത്തെ ആൾ മരണപ്പെട്ടു, മൂന്നാമത്തെ ആൾ ഇപ്പോൾ ലിവിങ് ടുഗദറാണ്. അവർ ഒരു ഡയറക്റ്റ് കമ്മിറ്റ്മെൻറ്റിൽ എത്തിയിട്ടില്ല, അവർ കല്യാണം കഴിച്ചിട്ടില്ല. ലിവിങ് ടുഗദറിന് ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ഇതുപോലത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഒന്ന് ശരിയാവുന്നില്ല, രണ്ട് ശരിയാവുന്നില്ല, ചിലപ്പോൾ മൂന്നാമത്തെയും ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുമ്പോൾ ശരിയാവാണ്ട് പോകുന്ന റിലേഷൻഷിപ്പ് കണ്ടിട്ടുണ്ടാവും. അവസാനം കല്യാണം വേണ്ടാന്ന് വെച്ച് തന്നെ ജീവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ പുരുഷന്മാർക്കും ഇങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മൾ ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ കൊണ്ടുവന്ന പാറ്റേൺ, ആ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത കുറേ സാധനങ്ങളുണ്ടെന്ന് പറയാം. അതായത് ചെറുപ്പകാലത്ത് ഭയങ്കരമായിട്ട് വഴക്ക് കൂടിയിരുന്ന ടോക്സിക് ആയിട്ടുള്ള പാരൻസ് ആയിരുന്നു. അവർ വലിയ അടിപിടി വഴക്കായിരുന്നു. അപ്പം അങ്ങനെ വഴക്ക് കണ്ട് വളർന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി മനസ്സുണ്ടാകുന്ന ആ ഫീലിംഗ് ചെറുപ്പകാലം മുതൽ കല്യാണത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പുരുഷന്മാരെക്കുറിച്ചുള്ള ഫീലിംഗ്, സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു ഫീലിംഗ്, ഈ ഫീലിംഗ് അവരുടെ കൂടെ തന്നെ ഉപബോധ മനസ്സിൽ കിടക്കും. ഒരു പോലും അറിയണ്ടാവില്ല. പിന്നീട് വലുതായ റിലേഷൻഷിപ്പിൽ എത്തുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുക. അതായത് ഒരിക്കലും അവർക്കൊരു സന്തോഷകരമായിട്ട് ദാമ്പത്യ ജീവിതം ഇല്ലാത്ത അവസ്ഥ വരും. അതായത് ഇവർക്ക് ഭർത്താവ് ഭാര്യ വാഴാത്തൊരവസ്ഥ. ഇതിന് കാരണം ആ ഇൻറ്റേർണൽ പാറ്റേൺ ആണ്. അത് ട്യൂണിംഗ് തന്നെ പറയാം. ആ ട്യൂണിങ്ങിനൊന്ന് ക്ലീൻ ചെയ്ത് ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സംഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി ഇവർ ഇത് മാറി അടുത്ത റിലേഷൻഷിപ്പിൽ പോയി അവിടെ പ്രശ്നം വരും. നല്ല മനുഷ്യനായിരുന്നാണ് എന്തായാലും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞു അങ്ങനെ മോശമായിട്ട് മാറി, അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്നില്ല, എന്നും വിഷമവും സങ്കടങ്ങളും ദുരിതങ്ങളായിരിക്കും. അങ്ങനെ കാരണം ഇതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് ഏത് മേഖലയിലും വരാം. ഇത് നിങ്ങൾ ജോലിയിൽ സംഭവിക്കാം, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ സംഭവിക്കാം. ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മുടെ ഉള്ളിൽ കയറിയ കുറേ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ബിലീഫ് സിസ്റ്റംസ്, ഇതിനെ പാറ്റേൺ എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ NLP പറയുന്നത്. പാറ്റേൺ ട്യൂണിംഗ് എന്നൊക്കെ പറയാം. ഇതൊന്ന് റീട്യൂൺ ചെയ്ത് മാറ്റം വരുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരിക്കലും ജീവിതത്തിൽ മാറില്ല. എന്തൊക്കെ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾ അൾട്ടിമേറ്റ്ലി ആ സാധനം ഉള്ളിൽ നിന്ന് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതുണ്ടായിക്കൊണ്ടിരിക്കും. ചെക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. പണ്ട് കാലത്ത് ചെറുപ്പകാലത്ത് നിങ്ങളുടെ ഉള്ളിൽ കൂടിയ ചിന്തകൾക്ക് ഇങ്ങനെ ആയിരുന്നു ഉണ്ടെങ്കിൽ അതെല്ലാം ഹോപ്പനൊപ്പനോയോ EFTയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, ക്ലെൻസ് ചെയ്ത് കളയുക, ഹീൽ ചെയ്ത് കളയുക. എങ്കിൽ മാത്രമേ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവുള്ളൂ. ചെക്ക് ചെയ്ത് നോക്കാം.